കേരള രാഷ്ട്രീയത്തിലെ രണ്ട് കരുത്തുറ്റ ധ്രുവങ്ങളായിരുന്ന VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും ഇല്ലാത്ത ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിനാണ് 2026 കളമൊരുങ്ങുന്നത്. ദശാബ്ദങ്ങളോളം കേരള രാഷ്ട്രീയത്തെ നയിച്ച ഈ രണ്ട് ജനനായകരുടെ അസാന്നിധ്യം വലിയൊരു ശൂന്യതയാണ് മുന്നണികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻ മുഖ്യമന്ത്രിമാർ ആരും തന്നെ മത്സരിക്കാത്ത ഒരു തിരഞ്ഞെടുപ്പായി ഇത് മാറിയേക്കാം. നിലവിൽ ജീവിച്ചിരിക്കുന്ന മുൻ മുഖ്യമന്ത്രിമാരിൽ AK ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മത്സരിച്ചുള്ള പോരാട്ടങ്ങളിൽ നിന്നും നേരത്തെ തന്നെ പിൻവാങ്ങിയിട്ടുണ്ട്. VS അച്യുതാനന്ദൻ വിടവാങ്ങി. അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വൈകാരിക നഷ്ടമാണ്. ഇതോടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മുൻപ് മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നവർ ആരും തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനത്തിലേക്കാണ്. പിണറായി വിജയൻ ഇത്തവണ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ CPM സംസ്ഥാന നേതൃത്വം ഉടൻ തീരുമാനമെടുക്കും. പാർട്ടിയിൽ എഴുതപ്പെടാത്ത 2 ടേം നിബന്ധന ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പ്രത്യേക ഇളവ് നൽകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പിണറായി വിജയൻ മത്സരിക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചാൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന ഒരാൾ പോലും മത്സരരംഗത്തില്ലാത്ത ആദ്യ തിരഞ്ഞെടുപ്പായി 2026 മാറും. EK നായനാർ, K കരുണാകരൻ, CH മുഹമ്മദ് കോയ, PK വാസുദേവൻ നായർ തുടങ്ങിയ മഹാരഥന്മാർ നയിച്ച കേരള രാഷ്ട്രീയത്തിൽ മുൻ മുഖ്യമന്ത്രിമാർ മത്സരരംഗത്തില്ലാത്ത സാഹചര്യം ഒരു വലിയ തലമുറ മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. പിണറായി മത്സരിച്ചാൽ പോലും അദ്ദേഹം മുൻ മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, മറിച്ച് നിലവിലെ മുഖ്യമന്ത്രി എന്ന നിലയിലാകും ജനവിധി തേടുക. ചുരുക്കത്തിൽ പഴയ തലമുറയിലെ കരുത്തരായ മുൻ മുഖ്യമന്ത്രിമാർ ഇല്ലാത്ത ഒരു പുത്തൻ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് 2026 ജനുവരിയിൽ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഇതൊരു തലമുറ മാറ്റമാണ്. കേരള പിറവിക്ക് ശേഷം ആദ്യം മുഖ്യമന്ത്രിയായത് EMS നമ്പൂതിരിപ്പാടാണ്. പിന്നീട് പട്ടം താണുപിള്ള, അതിനുശേഷം R ശങ്കർ, C അച്യുതമേനോനും, K കരുണാകരനും AK ആന്റണിയും PK വാസുദേവൻ നായരും EK നായനാരും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായി. 2006 ഈ തലമുറയിൽ നിന്നും മുഖ്യമന്ത്രി പദം ഉമ്മൻചാണ്ടിയിലേക്ക് എത്തിയത്. പിന്നീട് VS അച്യുതാനന്ദന്റെ ഊഴം, നിലവിൽ പിണറായിയും. ഈ പട്ടികയിൽ ആന്റണിയും പിണറായിയും മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിൽ ആന്റണി മത്സരിക്കില്ല. പിണറായിയിൽ മത്സര സാധ്യത കൂടുതലും.